എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ അരിപ്പൊടി ഉപയോഗിച്ച് ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഇതിൻ്റെ ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി. നിങ്ങൾക്ക് സാധാരണ അരിപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പുട്ടിൻ്റെ പൊടി ഉപയോഗിക്കാൻ പാടില്ല. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം വീണ്ടും ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അഥവാ കട്ടകളുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതൊരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഞാനിവിടെ മിക്സറിൻ്റെ ജാർ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ നീർദോശയൊക്കെ തയ്യാറാക്കുമ്പോഴുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള കൂട്ടാണ് വേണ്ടത്. ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇനി ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ വാടി വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേസ്റ്റായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വരണം. അതുപോലെ തന്നെ ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകണം. ഒരുപാട് അങ്ങനെ മുപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകമാകുന്നതിനെയാണ് ഞാനിതിപ്പോൾ ഇവിടെ വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ഏകദേശം 1/4 കപ്പിൻ്റെ അടുത്ത് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിന് എരിവിന് പാകത്തിന് ഞാനിവിടെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സൊക്കെ നിങ്ങളുടെ എരിവിന് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു പച്ചക്കറിയുടെ ഒക്കെ വെള്ളപ്പറ്റൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 150 ഗ്രാം വേവിച്ച ചിക്കനാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് ചിക്കിയെടുത്തിരിക്കുന്നതാണ്. ഇത് വേവിച്ചപ്പോൾ കിട്ടിയ ആ ഒരു സ്റ്റോക്കാണ്. അതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ വരുമ്പോഴാണ് നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ കിട്ടുക. അപ്പോൾ അതെന്തായാലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചക്കറിയിലൊക്കെ ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ചെയ്തോളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാ ഇതിപ്പോൾ നല്ലപോലെ തന്നെ ഡ്രൈ ആക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ മസാല തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് എടുത്തിരിക്കുന്നത്. കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്റ്റീൽ പാത്രത്തിലോ അല്ല ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പാത്രത്തിലേക്ക് എണ്ണയോ നെയ്യോ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് വാഴയിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. സ്റ്റീമറിൽ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. നല്ലപോലെ ആവി വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ കൂട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 3 തവിയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള പാത്രമായതുകൊണ്ടാണ് ഇത്തിരി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാത്രം ഒരു ലെയർ പോലെ സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നല്ലപോലെ ആവി കയറ്റിയെടുക്കണം.
ഏകദേശം 4 മുതൽ 5 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റിയെടുക്കുക. ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു ലെയർ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും. ചെറിയൊരു പറ്റൊക്കെ കാണും, അത് കുഴപ്പമില്ല. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലെയർ പോലെ സെറ്റ് ചെയ്തെടുക്കുക. ആ ഒരു അരിക് കുറച്ച് വിട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും ആ ഒരു അരിപ്പൊടിയുടെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം. ഏകദേശം 5 മിനിറ്റ് നേരം തന്നെ ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ആവി കയറ്റിയെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു ലെയറും ഒന്ന് സെറ്റായി കിട്ടും. ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വരില്ല, പക്ഷെ ഒന്ന് സെറ്റായി കിട്ടും. അതിനുശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലെയറിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 2 or 3 ലെയറായിട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 2 ലെയർ മാത്രമാക്കിയിട്ടും എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിതിപ്പോൾ മൊത്തത്തിൽ ലെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കൂട്ടൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ലെയറിങ് നമുക്ക് ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം ലെയറിങ് ചെയ്തെടുക്കുമ്പോഴും അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അത് ആ ഒരു ലെയർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ ഞാനിവിടെ അവസാനത്തെ ലെയറിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. ഞാനിതിപ്പോൾ ഇവിടെ മുഴുവൻ കൂട്ടും ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അവസാനത്തെ ലെയറിംഗ് കൂടെ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ ഞാൻ ഒരുപാട് അരിപ്പൊടിയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, ചെറുതായിട്ട് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം അടച്ച് വെച്ച് ഏകദേശം 25 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡിയായി കിട്ടിക്കോളും. ഇപ്പോൾ അത് ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം വേണം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിപ്പോൾ ഒരല്പം ചൂടിലാണ് ഡീമോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ അടിയിൽ ഇലയൊക്കെ വെച്ചതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ശ്രദ്ധിക്കാനുള്ള കാര്യം നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇലയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിപ്പൊടിയും കുറച്ച് പച്ചക്കറികളും ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയതാണ്. ഇതിപ്പോൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ആവിയിൽ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ അങ്ങനെ തന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കോരി ഒഴിക്കുന്ന മാവ് കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഫില്ലിങ്ങോ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.